ഹായ് ഹലോ എല്ലാവർക്കും പവിത്രത്തിൻ്റെ അടിപൊളി ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ വേദയും വേദയുടെ അമ്മയും സഹോദരിയും നന്ദിനിയും പിന്നെ അത് കമലയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വേദ ചോദിക്കുന്നുണ്ട് അമ്മയുടെ കണ്ണിൽ. അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചതാണ് എന്നുള്ളത്. പിന്നെ വേദ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കമല പറയാണ് അത് നമ്മുടെ വേദ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. വേദ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കണമെന്ന് വേദയുടെ അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്. വേദ പോയി നിൽക്കൂലേയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മതി മോളെ എന്ന് പത്മവും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദ പറയുകയാണ് അതിനെന്താ അമ്മേ ഞാൻ വരാം, പക്ഷേ ഇപ്പോഴല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. അതായത് എനിക്കും വിക്രമിനും യാതൊരു മടിയും അല്ലെങ്കിൽ ഒരിതും ഇല്ലാതെ സന്തോഷത്തോടെ വന്ന് നിൽക്കുന്ന ഒരു ദിവസമെന്നോ അന്ന് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനിക്ക് ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ നന്ദിനി ഒന്നും അങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊന്നും മിണ്ടുന്നില്ല. കാരണം വേദയുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു താക്കീത് കിട്ടിയതാണല്ലോ. അതുകൊണ്ട് നന്ദിനി നല്ല കുട്ടിയായിട്ട് അങ്ങനെ ചുപ്രഹോ പോലെ നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതപ്പോൾ അതല്ലേ മോളെ നല്ലതെന്ന് ചോദിച്ച് അനിയത്തിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവളും ഒന്നും പറയാതെ സന്തോഷത്തോടെ നിൽക്കുന്നു. അങ്ങനെ ആ സഹോദരിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സമാധാനിപ്പിച്ച് ആ രംഗം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ വന്നവരെല്ലാം സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും അവർ വന്നതിൽ കുറച്ച് സന്തോഷവും ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് നമ്മുടെ വിക്രം ഇങ്ങനെ റോഡിലൂടെ വരുന്നതാണ്. അപ്പോൾ വരുമ്പോൾ നമ്മുടെ രാധ ഇങ്ങനെ ഓട്ടോയും ഇട്ട് കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് വിക്രമേട്ട ഞാൻ ഫോൺ ചെയ്തിട്ട് എടുക്കുന്നത്, സംഭവം അറിഞ്ഞത് മുതൽ എന്താണെന്നറിയാതെ എനിക്ക് ആകെ ഭയങ്കരമായിട്ടൊരു വിഷമവും വേദനയാണ്. വിക്രമേട്ടനെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, എന്തുകൊണ്ടാണ് വിക്രമേട്ടൻ ഫോണൊന്നും എടുക്കാത്തത്? ഞാനിപ്പോൾ വിക്രമേട്ടൻ്റെ വീട്ടിലോ അതുപോലെ തന്നെ വർക്ക്ഷോപ്പിലോ ഒന്നും വരുന്നില്ലല്ലോ മാഷ് എന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ ഒരിടത്തും വന്ന് കാണാറില്ല. അപ്പോൾ വിക്രമേട്ടൻ ആണോ, നന്നായി എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്താ പറ്റിയ വിക്രമേട്ട പറയും. ഇപ്പോൾ പറയുമോ എനിക്കൊന്നും പറ്റിയില്ല, നീ എന്നെ കാണുന്നില്ലേ, എനിക്കെന്ത് പറ്റാനോ, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. പിന്നെ അവൾക്കോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നീ ഉദ്ദേശിച്ച രീതിയിലൊന്നും അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്ക് യാതൊരു, നിൻ്റെ ഉദ്ദേശം എന്തെന്നായിരുന്നു? അവളൊന്നും എല്ലാം പൊള്ളി എടുത്ത് മരിച്ച് കിട്ടണേ എന്നുള്ളതായിരുന്നല്ലോ. പക്ഷേ വിക്രമേട്ട അങ്ങനെയൊന്നും പറയരുത്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. സംഭവം കാണുമ്പോൾ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയൂ എന്നുള്ളതല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് അവളോട് ദേഷ്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഓരോന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിയാണ്. അവസാനം വിക്രം പോയിക്കുമ്പോൾ വേദ പറഞ്ഞു നാശം ചാവൊന്നും ഇല്ലല്ലോ ഇവള് എന്നിങ്ങനെ പറഞ്ഞ് ആ രംഗം അവിടെ തീരുന്നു. അത് കഴിഞ്ഞ് വിക്രം വരുന്ന വഴി നമ്മുടെ വീട് കത്തിയൊക്കെ ചെയ്തല്ലോ, അങ്ങനെ അത് നന്നാക്കാൻ വേണ്ടി ഒരു ആശാരിയും കൊണ്ട് വരികയാണ്. അപ്പോൾ ആശാരിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മാഷ് വരുന്നുണ്ട്. മാഷ് ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ കമലോ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട് സുധാകരൻ മാഷിന് വീട് പണിത് എടുക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വന്ന മേസ്തിരി പറയുന്നുണ്ട് ഇതുപോലെ അവൻ വിളിച്ചിട്ട് ഞാൻ വന്നതാണ്, വീട് കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ സുധാകരൻ മാഷ് പറഞ്ഞു ഇപ്പം എന്തായിരുന്നാലും വേണ്ട, ഞാൻ ഉടനെ അത് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വന്ന മേസ്തിരിയെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ മേസ്തിരി പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ അച്ഛനും മോനും തമ്മിലൊരു തീരുമാനത്തിലെത്തിയിട്ട് എന്നെ വിളിക്കുക, അപ്പോൾ ഞാൻ വന്ന് പണിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വിക്രമിന് ഭയങ്കരമായ ദേഷ്യം വന്ന് വിക്രം അച്ഛനോട് കുറച്ച് കയർത്ത് സംസാരിക്കണം. അപ്പോൾ വിക്രം പറയുന്നുണ്ട് ശരി ഇത് നന്നാക്കണ്ട, പക്ഷെ ഞാൻ ഇന്ന് മുതൽ ഇവിടെ തന്നെ ഞാൻ കഴിയും, ഈ റൂമിനകത്ത് തന്നെ ഞാൻ കിടക്കുമെന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങ് പോകുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സുധാകരൻ മാഷ് അകത്തോട്ട് കയറി പോകുമ്പോൾ കമലവും പോകുന്നു. എന്താ മാഷ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അവൻ അങ്ങനെ ഇത് കെട്ടാമെന്ന് പറഞ്ഞില്ല, എന്നിട്ട് എന്താ മാഷ് സമ്മതിക്കാത്ത, അവൻ ചെയ്യുന്നതെല്ലാം ഗുണ്ടാപ്പണം കൊണ്ട്, ആ പണം കൊണ്ട് ആരും എൻ്റെ വീട് നന്നാക്കണ്ട എന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിശ്വം കയറി വരികയാണ്. അപ്പോൾ വിശ്വം വന്നിട്ട് എന്തായാലും അത് നന്നാക്കണ്ടേ അച്ഛ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിശ്വത്തിൻ്റെ അടുത്ത് അച്ഛൻ ചോദിക്കണം നിൻ്റെ കയ്യിൽ പണമുണ്ടോ നന്നാക്കാൻ? അപ്പോൾ വിശ്വമൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇല്ലല്ലോ, അപ്പോൾ നീ സംസാരിക്കണ്ട. അപ്പോൾ നമ്മുടെ വേദ പറയും എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ട് അച്ഛാ, ഞാൻ അത് തരാം എന്ന് പറയുമ്പോൾ പറയും നന്ദിയുണ്ട് മോളെ ഈ അവസരത്തിൽ നീ ഇങ്ങനെ പറഞ്ഞത്, പക്ഷേ വേണ്ട, നീ കാരണം അവനെ സാക്രിഫൈസ് ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ, അതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കമലയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. സുധാകരൻ മാഷ് അങ്ങ് പോകുന്നു. എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ പറ്റാത്തൊരവസ്ഥയിൽ എല്ലാവരും പിരിയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വിശ്വം വന്നിട്ട് വേദയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം വേദ, നമുക്ക് എന്തെങ്കിലും അത് ചെയ്തേ പറ്റൂ, ഇതിങ്ങനെ ഇട്ടിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് നമ്മുടെ വിശ്വത്തിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. വിശ്വത്തിൻ്റെ മാനേജർ വരുമ്പോൾ വിശ്വം കുറച്ച് നേരം ചിന്തിച്ചിട്ട് മാനേജറുടെ ക്യാബിനകത്തേക്ക് കയറി ചെന്നിട്ട് അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും എനിക്ക് കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡ് പോലും കഴിഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് തരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടിരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയും. ഞാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു, പക്ഷെ തരാനൊരു നിവർത്തില്ല, എന്നാലും എത്രയാണ് വേണ്ടത് പറയുമ്പോൾ 5 ലക്ഷം രൂപ
പറഞ്ഞപ്പോൾ അയ്യോ അതൊന്നും നടക്കുന്ന കേസല്ല, ഞാൻ എന്തായിരുന്നാലും ബോസിനോടൊന്ന് സംസാരിക്കുക എന്ന് പറയുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മുടെ വിശ്വത്തിനടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ അനിയൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെതാണ്, ശ്രീകാന്തിൻ്റെതാണ് ഇവിടെ, പക്ഷെ ആ ഒരു ഇത് വെച്ചിട്ടൊന്നും നിങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് വിശ്വത്തിനെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുമ്പോഴേക്ക് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ ബോസിൻ്റെ അടുക്കൽ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ വിശ്വത്തിന് അപ്പോഴാണ് അത് മനസ്സിലാവുന്നത്, ഇത് ശ്രീകാന്തിൻ്റെ ഇതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ആ സത്യം അപ്പോഴാണ് അവിടെ വെച്ചാണ് നമ്മുടെ വിശ്വത്തിന് മനസ്സിലാവുന്നത്. വിശ്വം ഒന്നും തിരിച്ചൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ അമ്മാവനും കൂടെ ആയിട്ട് സംസാരിച്ചിരിക്കുന്ന രംഗമാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് ഇവനെ കൊണ്ട് ഒരു ഉപയോഗമില്ല, എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവൻ്റെ 5 ലക്ഷം രൂപയും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, പക്ഷെ നീ അവിടെ ഒരു ബുദ്ധിമോശം കാണിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു ഉപായ വഴിയുണ്ട്, അത് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ അമ്മാവൻ പറയുന്നുണ്ട്, പക്ഷെ ആ എന്താണ് അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അവർ രണ്ടുപേരും പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവസാനം എല്ലാം കേട്ടതിന് ശേഷം ശ്രീകാന്ത് ഇങ്ങനെ തംസപ്പൊക്കെ കാണിക്കുന്നുണ്ട്, ഓക്കെ എന്നുള്ള ഡീൽ ഉറപ്പിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ എന്തോ ഒരു വലിയ കുരുക്ക് വിശ്വത്തിനായിട്ട് പണിയുന്നതാണ്, അതെന്താണെന്ന് ഇനിയേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം ഇതുപോലെ വർക്ക്ഷോപ്പിൽ വന്ന് വിഷമിച്ചിരിക്കുന്ന സമയമാണ്. അപ്പം അനിയൻകുട്ടനും ജോസഫും രാജേട്ടനും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട് സമാധാനത്തിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും വിഷമിക്കേണ്ട, അച്ഛൻ അതുകൊണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും ആയിരിക്കില്ല, നീ അച്ഛൻ ഉദ്ദേശിച്ച രീതിയിലാവാത്തത് കൊണ്ടുള്ള സങ്കടം കൊണ്ടായിരിക്കും, അച്ഛന് നിൻ്റെ അടുത്ത് ദേഷ്യവും ഇതൊന്നുമില്ല, അച്ഛന് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും അല്ലടാ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇവർ അവരുടെ പക തീർക്കാൻ വേണ്ടി നമ്മളെ കരുവാക്കും, പക്ഷേ ഇതിൽ ബലിയാടാകുന്നത് നമ്മളായിരിക്കും, ഇവരുടെ പിന്നിലൊക്കെ എന്താണ് ഉദ്ദേശങ്ങളെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ, അതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും നമ്മളെല്ലാം വൈകിയിരിക്കും, അതുകൊണ്ട് ഇനി എന്ത് ചെയ്തിരുന്നാലും ആലോചിച്ചും കണ്ടും വേണം ചെയ്യാനുള്ളത്, എല്ലാം നല്ല രീതിയിൽ തന്നെ വരും, നീ സമാധാനമായിട്ട് ഇരിക്കുക, മാഷ് ഇതിനൊക്കെ സമ്മതിക്കും, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം, ഞങ്ങളല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ നല്ല രീതിയിലൊക്കെ സംസാരിച്ച് ആ രംഗം അവിടെ വെച്ച് പിരിയുകയാണ്. ആ സമയത്താണ് നമ്മുടെ വിക്രമിൻ്റെ അമ്മ ഫോണിൽ വിളിക്കുകയാണ്, നീ എന്താ ഊണ് കഴിക്കാൻ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട, വിശപ്പില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊന്നും പറയാം, നീയും നിൻ്റെ അച്ഛനും തമ്മിൽ ഇങ്ങനെ പിണങ്ങിയതിന് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി എല്ലാം തീരും, ഞാൻ പിന്നെ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് കമലത്തിൻ്റെ സങ്കടം പറയുന്നുണ്ട്. പക്ഷേ കമലത്തിന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. കാരണം അച്ഛൻ്റെയും മകൻ്റെയും ഇടയിൽ കിടന്ന് വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത് കമലയാണ്, ആകെ ഒരു പ്രയാസത്തിലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വേദ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേദയ്ക്കും സങ്കടമാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ ഇത് അവസാനിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നല്ല അടിപൊളി എപ്പിസോഡുകളായിരിക്കും. എന്തായിരുന്നാലും നമ്മുടെ വിക്രവും വേദയും ഇനി ഒരുമിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത്, അങ്ങനെയുള്ള അടിപൊളി എപ്പിസോഡുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. പിന്നെ വേറെന്താണ്, അപ്പോൾ ഇനി നല്ലൊരു ദിവസത്തെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.